ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ജനപ്രിയ പരമ്പരയായ മഴതോരും മുംബൈയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ വീട്ടിലെ മകനും അതേപോലെ തന്നെ അമ്മയും കൂടി ചിന്തിക്കുകയാണ്, മോനെ അലീന ഇതുവരെ വന്നില്ലല്ലോ, അവൾ എവിടെ പോയി, അവളെ കാണാത്തത് കൊണ്ട് വല്ലാത്തൊരു ടെൻഷനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ ഇട്ടപ്പോഴേക്കും അവൾ വരുമെന്നേ, അവൾ എങ്ങോട്ട് പോകാനാണ്, അവൾ ഇവിടെ വന്നിട്ടേ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു നമ്മുടെ അലീന. അപ്പോൾ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം, മോളെ നീ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതേ പിന്നെ എനിക്ക് വരാതിരിക്കാനായിട്ട് കഴിയില്ലല്ലോ, ഏതായാലും യാത്ര പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. അത് പിന്നെ ഷാജിയേട്ടാ എന്നെ വീട്ടിൽ കൊണ്ടേ ഒന്ന് ആക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിന് എന്താ അലീന, നിന്നെ പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാതെ ഞാൻ കൊണ്ടാക്കി തരാമല്ലോ എന്നൊക്കെ പറയണം. അമ്മേ, നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും നിങ്ങളെപ്പോലെ ആളെ ഞാൻ മറക്കില്ല. അപ്പോൾ സ്നേഹമുള്ളവരൊക്കെ ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായമ്മേ, എന്നെ അത്രമാത്രമല്ല നിങ്ങൾ കെയർ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ അലീന വളരെയേറെ ദുഃഖത്തോടു കൂടിയും ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ അമ്മയോട്. അതിനുശേഷം മകളോടും പറയാണ്, ഈ ചുരിദാർ ഞാൻ ഇട്ടിരിക്കുന്നത് നിനക്ക് വേണ്ടപ്പെട്ട ചുരിദാറും ഏറ്റവും നല്ല ചുരിദാറുമാണെന്നൊക്കെ എനിക്കറിയാം. അതിനും നിന്നോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. എനിക്കിതൊക്കെ ഇടാൻ തന്നല്ലോ, നിൻ്റെ നല്ല ചുരിദാറാണെങ്കിലും നിനക്ക് വേറൊരു ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ട് കൂടിയും നീ എനിക്കിത് ഇട്ടാൻ തന്നല്ലോ, അതിനും ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ നമ്മുടെ അലീന പറയുക. ഇതൊക്കെ കേട്ടിരുന്ന നമ്മുടെ ഷാജിയേട്ടനാണെങ്കിൽ അങ്ങനെയൊന്നും പറയണ്ട, വീട്ടിൽ ചെന്നാലേ ഈ ചുരിദാർ ഊരിക്കൊടുത്തോളണം കേട്ടോ. അത് പിന്നെ ഞാൻ ഏറ്റു ഷാജിയേട്ടാ, എങ്കിൽ പിന്നെ ഓട്ടോറിക്ഷയിലേക്ക് കയറ്. അപ്പം അങ്ങനെ എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവിടെ ആ ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു അമ്മയും മകനൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം. എടാ പോലീസ് വരുന്നുണ്ടല്ലോ, അവിടെ എന്താണ്, എനിക്ക് ആകെ പേടി തോന്നുന്നല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞപ്പോഴേക്കും പോലീസ് വരുന്നുണ്ടെന്നോ? അതെ, പോലീസ് വരുന്നുണ്ട്, ഇനി നമ്മുടെ വീട്ടിൽ വന്ന് ചില ചോദ്യങ്ങൾ ചെയ്യുമോ, എനിക്കാകെ പേടി തോന്നുന്നു എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ പോലീസ് ജീപ്പ് അവിടെ ആ ഒരു വീടിൻ്റെ മുറ്റത്ത് വന്ന് നിർത്തിയിരിക്കുക. അപ്പോൾ ആ അയൽവക്കക്കാർ മുഴുവനും കൂടുകയാണ്. അപ്പോൾ അയൽവക്കക്കാരോടൊക്കെ ഈ പോലീസുകാർ ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറ, നിങ്ങൾ ആരാണ് ഇങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തത്? സാർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാർ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ വെറൊരു കാഴ്ചക്കാരായിട്ട് മാത്രം നിന്നുള്ളൂ. കള്ളത്തരം എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ തെളിവുകളോടും കൂടി തന്നെയാണ് ഞാൻ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഒരു പെൺകുട്ടിയെ വഴിയിൽ പിടിച്ചു നിർത്തി അവളുടെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു രംഗം ഞങ്ങളുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. എന്താ സംശയമുണ്ടോ, കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ആ ഒരു രംഗം ഫോണിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഈ രംഗം കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പെട്ടു എന്നൊരു അവസ്ഥയിലായി പോവുകയാണ്. അങ്ങനെ ഇപ്പം അപ്പോഴേക്കും ഇയാൾ സത്യം പറയണം. അത് പിന്നെ സാറേ, ആ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിയാ, ഞാൻ മണ്ണെണ്ണ ഒഴിച്ചു, പക്ഷേ മറ്റേവൻ ചവിട്ടി, ഇന്നവൻ തീപ്പെട്ടി എടുത്തു തന്നു, മറ്റേവനാണ് മണ്ണെണ്ണ എടുത്തു തന്നത് എന്നൊക്കെ ഇയാളിങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇയാളുടെ വായിൽ നിന്ന് ആ ഒരു സത്യം പുറത്തു വരികയാണ്. ഇത് കണ്ട പോലീസാണെങ്കിൽ കേറ്റടി ഇവൻ ജീപ്പിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ ഇവിടെ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറ്റുകയാണ്. ഇനി ആരാണ് ഇവിടെ തെറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. സാറേ, ഞാനൊരു ചവിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ സാറേ. നീ ചവിട്ടിയല്ലേടാ, നിന്നെയും പിടിച്ചതിനകത്തിടും സാറേ. അപ്പം എൻ്റെ ഫോട്ടോ പത്രത്തിൽ വരുമോ സാറേ? പത്രത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഏതായാലും ജീപ്പിലേക്ക് കയറിക്കോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല സാറേ. എന്താ പത്രത്തിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വീണ്ടും പോലീസിന് കലി വരിക. അപ്പോൾ പോലീസാണെങ്കിൽ ഇവനെ പിടിച്ച് കയറ്റാനാ പറഞ്ഞു. അയ്യോ സാറേ, എന്നാരും പിടിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ കയറിക്കോളാം. എനിക്ക് ഈ പത്രത്തിലൊക്കെ പ്രശസ്തിയും പേരൊക്കെ കിട്ടുന്നത് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം തന്നെയാണ്. പിന്നെ സാറേ, ആ മണ്ണെടുത്ത് കൊടുത്തവനില്ലേ, അവൻ്റെ വീട് അവിടെ, പിന്നെ മറ്റേവനില്ലേ ഇവൻ്റെ വീട് ഇവിടെ, അങ്ങനെ ഓരോരുത്തരുടെ വീട് കാണിച്ചു കൊടുക്കുകയാണ്. ഇവനെ കയറ്റടാ, എന്നിട്ട് ബാക്കി എല്ലായിടത്തിനെയും പിടിക്കടാ എന്ന് പറയാം. അങ്ങനെ പോലീസുകാരാണെങ്കിൽ കണ്ടല്ലോ, നിങ്ങളൊരു പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും പറഞ്ഞു മനസ്സിലായി. അയ്യോ സാറേ, ഞങ്ങളെല്ലാം കാഴ്ചക്കാരാണ് സാറേ, ഞങ്ങളിതിലൊരു പങ്കുമില്ല, നിങ്ങൾ കാഴ്ചക്കാരായി നിന്നു, എന്നിട്ട് നിങ്ങൾ തടഞ്ഞോ? ഇല്ലല്ലോ. അതിന് വരെ നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ പോലീസുകാർ നല്ലൊരു രീതിയിൽ തന്നെ അവിടെ സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ അലീന നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഷാജിയേട്ടാ ഇതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കറിയാം അലീനയുടെ വീടാണെന്ന്, ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ആണോ, വന്നിട്ടുണ്ടോ ഷാജിയേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ. അയ്യോ ഷാജിയേട്ടാ, വീട്ടിലേക്ക് കയറ്, എന്നിട്ടൊരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ട് പോകാം. അയ്യോ വേണ്ട അലീനെ, എനിക്കിപ്പോൾ ഏതായാലും ചായയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോന്നേ. ഒന്ന് കേക്ക് ഷാജിയേട്ടാ, കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്, ഒന്ന് കയറുന്നേ. അപ്പോഴേക്കും ഷാജിക്കൊരു കോള് വരികയാണ്. ശരി, ഓക്കെ, ഞാൻ ഇപ്പം തന്നെ എത്തിക്കോളാം
എന്നും പറഞ്ഞുകൊണ്ട് ഷാജി പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൈസ എടുക്കുക. അപ്പോഴേക്കും ഷാജി ഓട്ടോറിക്ഷയും വിട്ടഴിച്ച് പോകണം. അയ്യോ ഷാജിയേട്ടാ അവിടെ നിന്നതേ പൈസ ഒന്നുമില്ല, ഓട്ടോ പൈസ മേടിച്ചിട്ട് പോന്നേ, ഷാജിയേട്ടാ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആലീന പിന്നാലെ ഓടിയെങ്കിലും ഷാജി അവിടെ നിൽക്കാനായിട്ട് കൂട്ടാക്കിയില്ല. അങ്ങനെ ആലീന നേരെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കഥക് തുറന്നത് നമ്മുടെ ബബിത. അപ്പം ബബിത വന്ന് കഥ തുറക്കുക. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബബിതയ്ക്ക് ഭയങ്കര കലി വരിക. ബബിത ഒരു അക്ഷരം പോലും മിണ്ടാതെ നേരെ പോയി ആ ടേബിളിൽ അരികി പോയിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലീനയുടെ അച്ഛനാണെങ്കിൽ നീ എവിടെ പോയതാ മോളെ, എന്താ നിനക്ക് സംഭവിച്ചത്, നീ എവിടെ പോയി കിടന്നേച്ചതാണെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അച്ഛാ ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയതാണ്. ഇത് ഏതായി ചുരിദാറ്, നിനക്ക് എന്താ സംഭവിച്ചത്, നീ എന്താ ഈ ചുരിദാറായിട്ടിരിക്കുന്നത്? അത് പിന്നെ അച്ഛാ എന്താണെങ്കിലും നടന്ന് തുറന്നു പറ, അവിടെ എന്തെങ്കിലും സംഭവിച്ചോ, എന്താന്ന് പറയാനാ പറഞ്ഞത്? അത് പിന്നെ ഞാൻ രോഹിത്തിന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതാണെന്നാണ് അവർ കരുതിയത്. പക്ഷേ അവിടെ നടന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ അവിടെ ചെന്നിറങ്ങിയതും നാട്ടുകാരെല്ലാവരും കൂടി അതിലൊരാൾ എൻ്റെ തലയിലേക്ക് മണ്ണിനൊഴിച്ചു, ഒരാൾ തീപ്പെട്ടി എടുത്തു കത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഷാജി എന്ന് പറഞ്ഞൊരു അയൽവക്കക്കാരൻ വന്ന് എന്നെ രക്ഷിച്ചത് അച്ഛാ. അങ്ങനെ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ ആ പെണ്ണിനെ കാണാനായിട്ട് പോയി. ആ പെണ്ണിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെ ദയനീയ അവസ്ഥയായിരുന്നു അച്ഛാ എന്നൊക്കെ ഇങ്ങനെ അലീന പറയാണ്. ഇത് കേട്ടാ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ കണ്ണും മെഴിച്ചിങ്ങനെ നോക്കി നിൽക്കണം. ദൈവമേ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്, ആ അയൽവക്കക്കാരൻ രക്ഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ എന്താകുമായിരുന്നു അലീന, നിന്നെ പച്ചയ്ക്ക് അവർ കത്തിച്ചാനായിരുന്നില്ലേ, മണ്ണെണ്ണ ഒഴിച്ചു അത്രേ, തീപ്പെട്ടി ഒഴിച്ചു അത്രേ, ഇതൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? അല്ലെങ്കിൽ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ, തനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു അഹങ്കാരമല്ലേ അലീന നിന്റെ മനസ്സിൽ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛാ അങ്ങനെ പറയല്ല അച്ഛാ, ആ പെണ്ണിനെ ഒന്ന് സമാധാനിപ്പിക്കാനും അവൾക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാനും വേണ്ടിയാ ഞാൻ അവളുടെ അടുത്തേക്ക് പോയത്. എന്നിട്ട് എന്തായി, നാട്ടുകാരെല്ലാവരും കൂടി എല്ലാവരും കൂടി പെരുമാറിയനായിരുന്നില്ലേ? അപ്പം എന്താകുമായിരുന്നു അച്ഛാ? അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം അവരുടെ ആ ഒരു ടെൻഷൻ കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്, അല്ലാതെ വേറൊന്നുമല്ല. എനിക്കിപ്പോൾ ഒന്നും സംഭവിച്ചില്ല അച്ഛാ. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി, സംഭവിച്ചില്ല, കേട്ടില്ല, കണ്ടില്ല, പറഞ്ഞില്ലെന്നൊക്കെ കേട്ടോ. രോഹിത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അച്ഛാ എനിക്ക് ഇനിയും അവിടെ പോകണം, അവരെ കാണുകയും ചെയ്യണം അച്ഛാ, തീർന്നിട്ടില്ല അച്ഛാ. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, കുളിക്കണം, തലയിലെ മണ്ണെണ്ണയുടെ മണം ഇപ്പോഴും മാറിയിട്ടില്ല അച്ഛാ, അതുകൊണ്ടാ. ശരി പോയി കുളിക്കാൻ നോക്ക്. ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അലീന നേരെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ബബിതയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് പോലീസ് ജീപ്പ് വരുന്നത്. അപ്പോൾ പോലീസ് ജീപ്പ് വന്ന് ഇവരുടെ വീടിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പോയി കഥ തുറക്കുകയാണ്. കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അലീന ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല കേസെടുക്കാനാണോ പിടിച്ചു വലിച്ചടിച്ചുകൊണ്ട് പോകാനാണോ? അയ്യോ സർ ഞങ്ങൾ അതിനൊന്നും വേണ്ടി വന്നല്ല സർ, അലീന ഇവിടെ ഉണ്ടോ എന്നറിയാനാണ് ഞങ്ങൾ വന്നത്. അലീന ഇവിടെ തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എന്തിനാ കൂടുതൽ ചോദിക്കാനായിട്ട്? അല്ല അലീന ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയെന്നൊക്കെ അറിഞ്ഞല്ലോ, അതുകൊണ്ട് അലീന തിരിച്ചു വന്നോ അല്ലെങ്കിൽ അലീന ഇവിടെ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അലീന ഇവിടെയുണ്ട്. ഒന്ന് സാർ ഒന്ന് വിളിക്കാവോ സാർ, ചില കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ വേണ്ടിയാ. അയ്യോ പ്രശ്നമൊന്നും ഉണ്ടാക്കാനല്ല സാർ, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം സാർ എന്ന് പറയണം. ശരി മോളെ അലീന എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദാ അച്ഛാ വരുന്നു അച്ഛാ. അപ്പം അച്ഛാന്ന് വിളി കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ ഞെട്ടിപ്പോയി. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ അവളെ എന്നെ അച്ഛാന്നാണ് വിളിക്കുന്നത്, നേരത്തെ മുതൽ അങ്ങനെ തന്നെയാ. ആ വിളി മാറ്റണ്ടെന്ന് ഞാനും പറഞ്ഞു, എനിക്ക് അവൾ അച്ഛാന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ അച്ഛാന്ന് വിളിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ അലീന നേരെ മുന്നിലേക്ക് വരികയാണ്. പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുകയാണ്. മോളെ അലീന ഇവർക്ക് നിന്നോട് എന്തൊക്കെയോ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ പോലീസുകാർ പറയാണ് നീ എന്തിനാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയത് എന്ന് ചോദിക്കുക. ഞാൻ ആ പെൺകുട്ടിയെ കണ്ട് സമാധാനിപ്പിക്കാനും നല്ല വാക്കുകൾ പറയാൻ വേണ്ടി തന്നെയാണ് പോയത്. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? ആ നാട്ടുകാർ മുഴുവനും കൂടി നിന്റെ തലയിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചില്ലേ, അവിടെ നിന്നെ തീപ്പെട്ടി വരച്ച് കത്തിക്കാനായിട്ട് നോക്കിയില്ലേ, ഇതെല്ലാം ഫോണിൽ വ്യക്തമായിട്ടുണ്ട്. വീഡിയോ സഹിതം ഞങ്ങൾ കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അലീന നിനക്കിതിൽ പരാതി ഉണ്ടെന്ന് നീ എഴുതി തരണം. നീ പരാതി ഉണ്ടെന്നും പറഞ്ഞ് എഴുതി തന്നാൽ മാത്രമേ അവരുടെ ഇതിൽ കേസ് എടുക്കാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരാതി എഴുതി മേടിക്കാനാണ് ഞങ്ങളിവിടെ വന്നതെന്നൊക്കെ അലീനയോട് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയാണെങ്കിൽ വേണ്ട സാറേ, അവർക്കെതിരെ പരാതി എനിക്കില്ല, അവർക്കെതിരെ പരാതി എടുക്കാൻ വേണ്ട.
തന്നെ കൊല്ലാൻ നോക്കിയതല്ലേ അവര്. എന്നിട്ട് അവർക്കെതിരെ പരാതി വേണ്ടെന്നോ? എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? തന്നെ ജീവനക്കാരെ വരെയാണോ അവരുടെ പരാതി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, സാർ അവര് ആ ഒരു ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. പക്ഷെ അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു സാർ. എനിക്ക് അവരെതിരെ പരാതി ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ സാർ എന്തിനാ പരാതി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സാർ എന്നൊക്കെ എന്നെ ചോദിക്കാം. അത് തന്നെയാണ് പറയുന്നത്. ആ അയൽവക്കക്കാരെ രക്ഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിട്ട് കത്തിച്ചാനായിരുന്നില്ലേ? അയൽവക്കക്കാരെ നല്ല രക്ഷിക്കാൻ വന്നല്ലോ സാർ. എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലോട്ടൊക്കെ വരും സാർ. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർക്ക് പിന്നീട് ഒരു അക്ഷരം പോലും പറയാനായിട്ട് പറ്റിയില്ല. സാർ ഇനിയും ഞാൻ അവിടെ പോയെന്ന് വരും. അപ്പോൾ ഈ അയൽവക്കക്കാരൊക്കെ എന്നോട് സ്നേഹമായിട്ട് തന്നെയായിരിക്കും പെരുമാറാനായിട്ട് പോകുന്നത്. എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്നും അവർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു സാർ. എനിക്ക് അവരുടെ പോകണം എന്ന് പറയാം. നീ എന്തിനാ വീണ്ടും അവിടെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞല്ലോ, അവളെ കാണാനും അവളെ വാക്കുകൾ കേൾക്കാനും അവളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നത് സാർ. അപ്പോൾ പരാതി ഇല്ലെന്നാണോ പറയുന്നത്? അതെ സാർ, പരാതി ഇല്ല. അവരെല്ലാം വെറുതെ വിട്ടേക്ക് സാർ. എനിക്ക് ഒരു പരാതിയില്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രനോട്, സാർ എന്താ സാർ ഈ പെൺകുട്ടി പറയുന്നത്? അപ്പോൾ സാറിൻ്റെ തീരുമാനം എന്താണ്? അലീനയുടെ തീരുമാനം എന്താണോ അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. ഇതിലെനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും, സാർ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങണം. ആയിക്കോട്ടെ. അങ്ങനെ പോലീസുകാരുടെ പിന്നാലെ നമ്മുടെ ബാലേന്ദ്രൻ ചെല്ലുക. അപ്പോൾ പോലീസുകാർ പറയാണ്, സാറേ ആ കൊച്ചിനെ എന്തോ കുഴപ്പമുണ്ട്, ഉടനെ തന്നെ ഒരു മെൻ്റൽ ഡോക്ടറെ കാണിച്ചാൽ നല്ലതായിരിക്കും. ഇത് കേട്ട ബാലേന്ദ്രൻ കലി വരിക. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ കൈ വാങ്ങിച്ച് നിർത്ത്, കൂടുതൽ സംസാരിക്കണ്ട. അവൾ എന്താണ് ഏതാണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട എന്ന് ബാലേന്ദ്രൻ്റെ നല്ല കിടിലൻ മറുപടി. പോലീസുകാർ പിന്നീട് ഒരു അക്ഷരം മിണ്ടില്ല. അതിലേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.